കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് ഡെസ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണുള്ളത് അതിനെക്കുറിച്ചായിരുന്നു. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ അത് ടാസ്ക് ബോർഡാണ്. അതായത് നമുക്കിതിൽ രണ്ട് രീതിയിലാണ് ഇതിലിപ്പോൾ ടാസ്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു ചെക്ക് ഇൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റൂം ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഗസ്റ്റ് ചെക്കിനായി നാളെ ചെക്കൗട്ട് ആവുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വരും, ഇന്ന നമ്പർ റൂമിൽ നിന്ന് ഗസ്റ്റ് ചെക്കൗട്ട് ആയിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ റൂം ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഗസ്റ്റിനോട് എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് മറന്നു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് പറ്റിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഫ്രണ്ട് ഓഫീസിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനും ആ ഒരു ഓപ്ഷൻ കൊണ്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അവരെ ചെക്കൗട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് റൂം ക്ലീനിങ്ങിനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ക്ലീനിങ്ങിലുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ ഇതിലിപ്പോൾ ഇന്ന് ഒരു ചെക്കൗട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 2BH പ്രൈവറ്റ് പൂൾ വില്ലയിൽ റൂം നമ്പർ ഡീപ്പ് ക്ലീനിൻ്റെ ഒരു ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡായിട്ടാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡ്യൂറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് ക്രിയേറ്റ് ടാസ്ക് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ ആ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റ് ചെക്കൗട്ട് ആയതുകൊണ്ട് എനിക്ക് വരുന്ന ഓപ്ഷൻ ഈ രീതിയിൽ ഇവിടെ ഉണ്ടാവും. അപ്പം ഞാനത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഇതിൽ രാഹു എന്ന് പറയുന്ന ഒരു സ്റ്റാഫുണ്ട്, ഹൗസ് കീപ്പിങ്ങിലെ സ്റ്റാഫാണ്. അപ്പോൾ അവർക്ക് ഞാനിത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. അവർ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ക്ലീനിങ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ക്ലീൻ ചെയ്ത ശേഷം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ് ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട്. അതിനുശേഷം ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ എന്നാണ്. അത് ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സെൻഡ് ഫോർ ഇൻസ്പെക്ഷൻ. ഇപ്പം ഞാൻ ഹൗസ് കീപ്പിങ്ങിൽ ഹെഡായിട്ട് നിൽക്കുക, ഞാൻ എൻ്റെ അടിയിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫുണ്ട് ഇൻസ്പെക്ഷന് പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മെമ്പറോട് കാര്യങ്ങൾ പറയും. എന്നിട്ട് ആ മെമ്പർ അവിടെ പോയി നോക്കുകയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഇനി അതല്ലെങ്കിൽ എനിക്കാണ് സമയമുള്ളതെങ്കിൽ ഞാൻ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൽ ബെഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ, ബാത്റൂം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ, ഫ്ലോറൊക്കെ വാക്കും പ്രോപ്പറായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മോപ്പ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളോ ഫർണിച്ചറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെഡിലോ മറ്റോ ഉണ്ടെങ്കിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അത് ടിക്ക് കൊടുക്കാതിരിക്കുക. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് ടിക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീചെക്ക് ചെയ്യാനും ആ ഒരു പ്രോബ്ലം ഒന്നും കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫിനോട് സജഷൻസ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ നമുക്കിതിൽ റിലീസ് റൂം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ടാസ്കും അവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റൂം പുതിയൊരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ടാസ്ക് ബോർഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡിന് മൈ ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇന്നത്തേക്കുള്ള റൂമിൻ്റെ ചെക്കൗട്ട് ഡീറ്റെയിൽസും ക്ലീൻ ചെയ്യേണ്ട റൂമിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു സെക്ഷനിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നീട് വരുന്നത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റൂം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരുന്നു. ഫ്രണ്ട് ഓഫീസിൽ നിന്നായിരിക്കും അത് വരിക. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും, അപ്പോൾ അവരുടെ മാലയോ അല്ലെങ്കിൽ റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുള്ള ബാഗോ കാര്യങ്ങളോ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിൽ നിന്ന് ഇവിടെ ലോഗ് ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണോ നമ്മൾ കണ്ടെത്തിയത്, ഇപ്പോൾ ചെയിൻ ആണെങ്കിൽ ചെയിൻ കൊടുക്കാം, കാറ്റഗറീൻ്റെ അകത്ത് ക്ലോത്ത് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ജ്വല്ലറി. ഇപ്പോൾ ജ്വല്ലറി ആയതുകൊണ്ട് ജ്വല്ലറി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇന്നാണ് റൂം ചെക്ക് ചെയ്യുന്നെങ്കിൽ ആ ഡേറ്റ് എനിക്കിതിൽ രേഖപ്പെടുത്തി കൊടുക്കാം. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് അവരങ്ങ് പോയി എന്ന് വെച്ചോ, ആ സമയത്തായിരിക്കും മിക്കപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അല്ലെങ്കിൽ ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അവിടുന്ന് ചെക്ക് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുത്തുകൊണ്ട് വരാം. അല്ലാതെ അവർ പോയ ശേഷമാണ് ചിലപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്താണ് ഇത് കാണുന്നതെങ്കിൽ അത് നമുക്കിതിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആരാണ് കണ്ടെത്തിയത്, ആ സ്റ്റാഫിൻ്റെ പേരും കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഗസ്റ്റിൻ്റെ പേര് നമുക്കറിയില്ല, അത് ഇതിൽ നോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കളഞ്ഞു കിട്ടിയ സാധനം നമ്മൾ എവിടെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തിങ്സ്, ഇപ്പം ഞാനിതിൽ കൊടുത്ത് ചെയിനാണല്ലോ, എനിക്ക് ആ ചെയിനിൻ്റെ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ സേവ്ഡ് ആയിരിക്കും. നമുക്ക് എന്നിട്ട് ഗസ്റ്റിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് വെരിഫൈ ചെയ്ത ശേഷം അവർക്കിത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഓപ്ഷൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻസ്പെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
റൂമും കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ലിനൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ടോട്ടൽ എത്ര ബെഡ്ഷീറ്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, അതായത് പില്ലോ കവർ എത്ര ഉണ്ട്, ടവൽസ് എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, റൂമിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കിതിൽ സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ആഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ആഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ എത്രയാണോ ടോട്ടൽ കളക്ട് ചെയ്തിട്ടുള്ളത്, വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്, അതിൻ്റെ നമ്പർ കൊടുക്കുക. അതെവിടെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളതെന്നും അതിലെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വന്നോളും. അതാണ് ലിനൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിൽ എന്തെങ്കിലും മിസ്സാവോ മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. എണ്ണം കറക്റ്റ് നോക്കിയാൽ മതിയാവുമല്ലോ. അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിവ് റൂം. ഇപ്പോൾ ആഡ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എത്രയൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോട്ട് ചെയ്യാം. പിന്നെ ഗിഫ്റ്റ് റൂം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ 10 റൂം ഉണ്ടെങ്കിൽ 10 റൂമിലേക്ക് നമ്മൾ കിങ് സൈസ് ബെഡ് എത്ര എണ്ണം കൊടുത്തു, അതേപോലെ കിങ് സൈസ് ബെഡ്ഷീറ്റ് എത്ര കൊടുത്തു, അതേപോലെ തന്നെ ക്വീൻ സൈസ് ബെഡ്ഷീറ്റ് എത്ര കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുകയും റൂമിൻ്റെ നമ്പർ ഇവിടെ നോട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ ബെഡിൻ്റെയും കൃത്യമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്കതും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡേർട്ടി ലിനൻ ആണ് നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്ത ശേഷം ലോണ്ടറിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും കൃത്യമായിട്ട്. എത്രയാണ് പുറത്ത് പോയിട്ടുള്ളത്, എത്ര തിരിച്ചു വന്നു, എത്ര ക്ലീൻ ചെയ്ത സാധനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബൾക്ക് മൂവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇതിൽ ഒറ്റയടിക്ക് ഒരേ ടൈപ്പ് സാധനങ്ങളാണെങ്കിൽ ഒറ്റയടിക്ക് ഇത്ര റൂംസിലേക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതായത് ഇപ്പം ബാത്ത് മാറ്റ് ടോട്ടൽ 32 എണ്ണം ഉണ്ട്. അതിൽ 15 എണ്ണം 15 റൂമുകളിലേക്കായിട്ട് കൊടുത്തു. അതേപോലെ ബാത്ത് ടവൽ 15 എണ്ണം ഇത്ര റൂമിലേക്ക് കൊടുത്തു. അതേപോലെ ബാത്ത് റോബ്, ബ്ലാങ്കറ്റ്, ഡ്യുവറ്റ് കവർ 20 എണ്ണത്തിൽ 15 എണ്ണം ബൾക്കായിട്ട് കൊടുത്ത് സേവ് ചെയ്ത് വെക്കാനും നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മിനി ബാർ കാറ്റലോഗാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ പ്രീമിയം പ്രോപ്പർട്ടീസിലൊക്കെ മിനി ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനി ബാറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോന്നും ചിലപ്പോൾ വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്നാക്സ്, ബിയർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ എണ്ണവും അതിൻ്റെ പ്രൈസും നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഗസ്റ്റ് ആ സാധനങ്ങൾ മിനി ബാറിന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് പെട്ടെന്ന് അതിൻ്റെ കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഈസി ആവും. അതിനാണ് മിനി ബാർ കാറ്റലോഗും കൂടി നമ്മളിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ ആണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാഫ് ഇപ്പോൾ 7 മണിക്ക് ശേഷം അവർ പിന്നെ പോയി അടുത്തൊരു സ്റ്റാഫ് എൻട്രി ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡ്യൂട്ടീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിൽ ഹൗസ് കീപ്പിങ്ങിലൊരു സ്റ്റാഫ് കറണ്ട് ഷിഫ്റ്റിങ് കഴിഞ്ഞ് ഇനി ഈവനിങ് ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിലേക്ക് വരുന്ന ഒരാൾക്ക് നമ്മൾ പറയാണ് റൂം നമ്പർ 5ൽ ഒരു 3 ടവൽസ് വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, കൊടുക്കാം. എന്നിട്ട് പെൻഡിങ് ടാസ്കിൽ ഇട്ടിട്ട് ഹൈ പ്രയോറിറ്റി ആണെന്ന് കൊടുക്കുന്നു. റൂം നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ആരാണോ അയാളുടെ പേര് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അയാളുടെ പേര് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഷിഫ്റ്റിലേക്ക് ആരാണോ വരുന്നത് അയാളിലേക്ക് ഇങ്ങനെ ഒരു നോട്ട് ഉണ്ട് എന്നുള്ളത് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡിന് അത് മനസ്സിലാവും. ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡിങ് അത് പ്രോപ്പറായിട്ട് കണ്ടിട്ട് ആ സ്റ്റാഫിലേക്ക് ഈ ഡീറ്റെയിൽസ് പാസ് ചെയ്തോളൂ. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ടവൽസ് അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അതിനാണ് ഷിഫ്റ്റ് ഹാൻഡ് ഓവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നതിൽ ഇത്രയും ടാസ്കുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റാഫുകളും ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൗസ് കീപ്പിങ്ങിൻ്റെ സെക്ഷൻ വളരെ പ്രൊഫഷണലായിട്ടും സ്റ്റാൻഡേർഡായിട്ടും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഇത്രയും ടാസ്കുകൾ നമ്മളിതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലിനൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള ഡ്യുവറ്റ് കവറും പില്ലോ കവേഴ്സും അതേപോലെ തന്നെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ചില റിസോർട്ടുകളിലൊക്കെ സ്റ്റേ വരുമ്പോൾ ഗസ്റ്റ് അറിയാതെ ആയിരിക്കാം പില്ലോ കവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്ന ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ കണക്കും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മിസ്സിങ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിപ്പോൾ ചിലപ്പോൾ ലോണ്ടറിയിൽ കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റിനോട് അറിയാതെ എടുത്തു പോയതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൗസ് കീപ്പിങ്ങിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഒന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം.